അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനമുള്ള ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, 33ാമത് സംസ്ഥാന സാഹിത്യോത്സവ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കഥ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹത്തിന് മുന്നിൽ തോറ്റ ലോകം. മക്കയിലെ പ്രമുഖ ചന്തയായ ഉക്കാല ചന്തയാണ് രംഗം. എങ്ങും ശബ്ദ കോലാഹലങ്ങൾ. വിവിധ ദേശങ്ങളിൽ നിന്നും കാഫിലകൾ വ്യാപാരത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ വസ്തുക്കൾ വിൽപ്പനക്ക് വേണ്ടി നിരത്തി വെച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് അടിമക്കച്ചവടം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിമക്കച്ചവടം എങ്ങും സാധാരണമാണ്. ആവശ്യക്കാർ തനിക്ക് ഇഷ്ടമുള്ള അടിമകളെ വില കൊടുത്ത് വാങ്ങിക്കും. 400 ദിർഹം അടിമക്കച്ചവടക്കാരൻ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിനെയാണ് അയാൾ വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത്. 400 ദിർഹമിന് ആ കൊച്ചു കുഞ്ഞ് വിൽക്കപ്പെട്ടിരിക്കുന്നു. മക്കയിലെ സമ്പന്ന റാണിയായ ഖദീജക്ക് വേണ്ടി തന്റെ സഹോദര പുത്രനാണ് കുഞ്ഞിനെ വാങ്ങിയത്. സെയ്ദ്, അതായിരുന്നു അവന്റെ പേര്. അങ്ങനെ കൈമാറി ഒടുവിൽ പുന്നാര നബിയുടെ അടിമയാകാൻ ഭാഗ്യം ലഭിച്ചാൽ ചെറുപ്രായത്തിൽ തന്നെ ഉറ്റവരെയും ഉടയവരെയും വിട്ടുപിരിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഉപ്പയായും ഖദീജ ബീവി ഉമ്മയായും മക്ക സ്വന്തം ദേശമായും സെയ്ദ് മോൻ വളർന്നു. അങ്ങനെ കാലങ്ങൾക്കു ശേഷം മക്കയിലെ മുഹമ്മദിന്റെ അടുക്കൽ തന്റെ മകനുണ്ടെന്ന് സെയ്ദിന്റെ ഉപ്പ അറിഞ്ഞു. മുഹമ്മദ് ആളൊരു മാന്യനാണ്. കാര്യം പറഞ്ഞാൽ മകനെ മോചിപ്പിക്കും. പ്രതീക്ഷകൾ തുന്നി ചേർത്ത അയാൾ മുത്തുനബിയുടെ അടുത്തെത്തി. പണം എത്ര വേണമെങ്കിലും തരാം മുഹമ്മദ്, പക്ഷേ പൊന്നു മകനെ എനിക്ക് വിട്ടുതരണം. ഒരു നാട് മുഴുവൻ അവന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവനെ കൊണ്ടുപോയില്ലെങ്കിൽ എല്ലാവർക്കും സങ്കടമാകും. മകനോടുള്ള വാത്സല്യം തുളുമ്പുന്ന ആ ഉപ്പയോട് മുത്തുനബി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സമ്പാദ്യങ്ങളൊന്നും വേണ്ട. സെയ്ദ് പറയട്ടെ, അവൻക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവനെ കൊണ്ടുപോയിക്കോളൂ. മുത്തുനബി സെയ്ദിനെ വിളിച്ചു. ഒരിക്കലും കാണില്ലെന്ന് വിചാരിച്ച പുന്നാര മകനതാ തൊട്ടുമുന്നിൽ. പ്രിയപ്പെട്ട സെയ്ദ് ഉപ്പ ഹാരിസ് മകനെ വാരിപ്പുണർന്നു. സ്നേഹമുത്തം നൽകി. ചിരകാല വിരഹ ദുഃഖം കണ്ണീരായി പെയ്തിറങ്ങി. കാലങ്ങൾക്ക് മുമ്പേ കൊള്ളസംഘം തട്ടിക്കൊണ്ടുപോയെന്നാണ് സെയ്ദിനെ. ഔപ്പ വിതുമ്പി കരഞ്ഞു. മോനെ, നിനക്ക് ഉമ്മയെ കാണണ്ടേ? സെയ്ദ് മോനെ, ഇനി ഒരു ആപത്തും വരില്ല. മോനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണോ ഉപ്പ? നമുക്ക് പോവല്ലേ മോനെ? ഉമ്മ കാത്തിരിക്കണുണ്ട്. ഉപ്പയെ കണ്ട സെയ്ദിന്റെ മനോമുഖരത്തിൽ വികാരങ്ങൾ ഇരമ്പിയാർന്നു. തന്റെ ഉമ്മയെ കുറിച്ചും ഗ്രാമത്തെ കുറിച്ചുമുള്ള ഓർമ്മകൾ സെയ്ദിൽ കുളിരു വിതറി. ഉപ്പ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്നറിഞ്ഞ സെയ്ദിനെ ഏത് തിരഞ്ഞെടുക്കണമെന്നതിൽ കൂടുതൽ ആലോചിക്കാനേ ഉണ്ടായിരുന്നില്ല. ഒരു ഭാഗത്ത് ഉപ്പ ഉമ്മ സഹോദരങ്ങൾ, മറുഭാഗത്ത് സ്നേഹത്തിന് നിറകൂടം മുത്തുനബി. തനിക്ക് വീട്ടിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ സ്നേഹത്തിന്റെ ഉറവ് അനന്തമായി ഒഴുകുന്നത് മുത്തുനബിയുടെ അടുക്കൽ നിന്നായിരുന്നു. പിന്നെ സെയ്ദ് പോകാൻ കൂട്ടാക്കുമോ? ഇല്ല, സെയ്ദ് പോകാനേ കൂട്ടാക്കിയില്ല. അവൻ പറഞ്ഞു, അങ്ങേ വിട്ട് ഞാൻ മറ്റൊരാളുടെയും കൂടെ പോകില്ല. അങ്ങേക്കാൾ പ്രിയപ്പെട്ട ഒരാളും എനിക്കില്ല. ഹാരിസ് ഞെട്ടിപ്പോയി. സെയ്ദേ, സ്വാതന്ത്ര്യത്തെക്കാൾ അടിമത്തമാണോ നീ തിരഞ്ഞെടുക്കുന്നത്? അവൻ കണ്ണു നിറഞ്ഞു മറുപടി പറഞ്ഞു, അല്ല, ഇവിടെ കണ്ട സ്നേഹം ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല. സ്നേഹത്തിന് മുന്നിൽ ലോകം തോറ്റ നിമിഷമായിരുന്നു അത്. സ്വന്തം ഉപ്പ വിളിച്ചിട്ടും സെയ്ദ് പോകാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല. ഇവിടെയുള്ളത് മുത്തുനബിയാണ്, ഒന്നാന്തരം മുത്ത്. അത് നഷ്ടപ്പെടുത്താൻ ആരാണ് തയ്യാറാകുക? കൂട്ടുകാരെ, ഒരു അടിമ ബാലനെ പോലും സ്നേഹം കൊണ്ട് സ്വന്തമാക്കി നിർത്താൻ കഴിഞ്ഞ മഹാവ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ടവരെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശിക്ഷ കൊണ്ടല്ല, അധികാരം കൊണ്ടല്ല, സമ്പത്ത് കൊണ്ടല്ല, സ്നേഹം കൊണ്ട് നമുക്കും മുത്തുനബിയെ കൂടുതൽ സ്നേഹിക്കാം. അവിടുത്തേക്ക് കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലാം. നാളെ
അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ നാഥൻ തുണക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.